നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താല്ലേ, ദുരന്തങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ്. നിതിൻ രാജ് എന്ന് പറഞ്ഞൊരു കുട്ടി വർഗീയതയുടെ പേരിൽ ആത്മഹത്യ ചെയ്തു. അതിന് കാരണക്കാരായ അധ്യാപകരെ ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അവർ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാവം പയ്യനെ 2 മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാർ മർദ്ദിച്ച് കൊന്നു. ഒരു മനുഷ്യനെ തല്ലി ചതച്ച് കൊന്നു. ഒരു വിലയില്ലേ മനുഷ്യജീവന്. പിന്നെ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ആ ഒരു ദുരന്ത വാർത്ത കേട്ടതാണ്. മലപ്പുറത്തെ ഒരു സ്കൂളിലെ ടീച്ചർമാരെല്ലാം അപകടത്തിൽ മരിച്ചു. സീരിയൽ ലോകത്തെ ഒരു മികച്ച നടൻ, അദ്ദേഹം 2 വർഷമായി ക്യാൻസറുമായിട്ട് പൊരുതുകയായിരുന്നു, മരണമടഞ്ഞു. ദുരന്തങ്ങൾ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ടീച്ചർമാരുടെ കാര്യം തന്നെ എടുക്കാം. സന്തോഷത്തോടുകൂടി കളിച്ച് ചിരിച്ച് ഉല്ലാസയാത്രയ്ക്ക് ഒരു വാനിൽ പോയവർ ഇപ്പോൾ പല ആംബുലൻസുകളിലായി നിശ്ചലമായി തിരിച്ചെത്തി. ജീവിതം ഇങ്ങനെയൊക്കെയാണെന്നേ. നാളെ എന്ത് പറ്റുമെന്ന് നമുക്ക് അറിയില്ല. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. ജീവിതം ഇത്രയേ ഉള്ളൂ, സന്തോഷത്തോടെ ജീവിക്കുക, ആരോടും പക വയ്ക്കരുത്. ക്ലീഷേ ഡയലോഗ്സാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയുള്ളൂ. കുറേ പകം പരിഭവമൊക്കെ വെച്ചിട്ട് എന്തിനാണ്? ഒരു പ്രയോജനമില്ല. ഇപ്പോൾ ഈ ഒരു കുറ്റവാളിയെ നമ്മൾ പിടിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ സൗമ്യ കേസിൽ തന്നെ എന്താണ് നടക്കുന്നത്? ഗോവിന്ദചാമി ജയിലിൽ കിടന്ന് അങ്ങ് കൊഴുത്തൊരിട്ട് സുഖിക്കുകയല്ലേ. നഷ്ടപ്പെട്ടത് ആർക്കാണ്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഇനി ഒരു കേസ് വന്ന് എല്ലാവരും അതിൻ്റെ പുറകെ ഓടി അതിൻ്റെ ചൂട് മാറുമ്പോഴേക്കും അടുത്ത കേസായി. പിന്നെ എല്ലാവരും ഇത് മറന്നു. ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് പറയാവുന്നത് ഒന്നേ ഉള്ളൂ, നമ്മൾ മാക്സിമം അബ്സല്യൂട്ട് സെക്യൂരിറ്റി സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. മാക്സിമം സൂക്ഷിക്കുക. ഈ ഒരു വണ്ടി ദുരന്തത്തിൽ പെട്ടുവെന്ന് വെച്ച് അങ്ങോട്ടേക്ക് ആരും യാത്ര പോകില്ല എന്നാണ്. നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുക. ദൈവത്തിലോ ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തിയിൽ ഒരു പോസിറ്റീവ് എനർജിയിൽ വിശ്വാസം അർപ്പിക്കുക. ഇന്ന് ഇറങ്ങിപ്പോയാൽ ഇന്ന് എനിക്ക് കയറി വരാൻ പറ്റുന്ന എൻ്റെ വീട്ടിലോട്ട്. ഞാൻ പറയുന്നത് ഓരോ ദിവസം നമ്മൾ എണീക്കുമ്പോൾ തന്നെ, ജീവനോട് എണീക്കുന്നത് തന്നെ എത്ര ഭാഗ്യമുള്ള കാര്യമാണെന്ന് അറിയാമോ? അതുപോലും പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ക്യാൻസർ രോഗികൾ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണല്ലേ. സോ ജീവിതത്തിനെ അങ്ങനെ കാണുക. നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് മറന്ന് പാടെ നാളെ ഞാൻ ചത്തെങ്കിലോ എന്നോർത്തിരിക്കാനല്ല പറയുന്നത്. പരിഭവം ഇതൊക്കെ കാര്യമായിട്ടും വേണ്ട, ഒഴിവാക്ക്. ഉള്ള സമയം സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷിക്കാൻ നോക്കുക. ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടത്തുക. ഇപ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മക്കൾക്കും ഭർത്താവിനും വീട്ടിനും വേണ്ടി പകൽ അധ്വാനിച്ച് അവസാനം ആരും മൈൻഡും കൂടെ ചെയ്യൂല. വാദം പിടിച്ച് കിടപ്പാകുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെയും വെക്കും, വീട്ടു ജോലിക്ക് വേറൊരാളെയും വെക്കും. ഇത്രയും നാളും അമ്മയായിരുന്നല്ലോ ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇവർ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് എന്തിനാണ്? നിങ്ങൾക്ക് സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി, നിങ്ങൾക്ക് വേദന അനുഭവിക്കണം, കഷ്ടപ്പാട് ദുരിതം അനുഭവിക്കണം, ആ ഒരു മെൻറ്റാലിറ്റിയുള്ള ആളാണെങ്കിൽ ഗുഡ്, ഗോ അഹെഡ്. നിങ്ങൾക്ക് ഏറ്റവും സഫർ ചെയ്ത, ഏറ്റവും സാക്രിഫൈസ് ചെയ്ത ആളെന്ന് പറഞ്ഞൊരു അവാർഡ് ആരും തരാൻ പോകുന്നില്ല. ഉള്ള സമയം ജീവിതം ആസ്വദിക്കുക, ബാക്കിയുള്ളവർക്ക് നല്ലത് ചെയ്യുക, ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം മരണം അനിവാര്യമാവുന്ന പോലെ ഒന്നാണ് കർമ്മഫലം, കർമ്മ. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. സോ ദുരന്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന ഈ പാഠങ്ങൾ അതെന്നും മനസ്സിലിരിക്കട്ടെ. ശുഭദിനം.